എല്ലാവർക്കും ഈ കോഡോണിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരാണ് വേദിക് മാത്സ് കേട്ടോ. വേദിക് മാത്സിൻ്റെ പാർട്ട് 3. പാർട്ട് 2 വരെ നിങ്ങൾ നന്നായിട്ട് കണ്ടു കാണുമല്ലോ. അടുത്ത പാർട്ട് 3 ആണ് കേട്ടോ. പാർട്ട് 1 2 എന്തായിരുന്നു? പാർട്ട് 1 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ, പാർട്ട് 2 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് നമ്മൾ പോകുന്ന പാർട്ട് 4 ആണ്, 4 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. 4 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമിന് സ്ഥിരമായിട്ടൊന്നും വരത്തില്ല. റയർ കേസിലൊക്കെ വരാം കേട്ടോ. റയർ കേസിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി പ്രാക്ടീസ്ഡ് ആയും. ഇത് നമ്മൾ അല്ലാതെ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാം. കോമ്പറ്റേറ്റീവ് എക്സാം അല്ലല്ലോ, നമ്മൾ ചുമ്മാ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും എങ്ങനെ ചെയ്യാം എന്നോ നോക്കിയാലോ. ഓക്കെ, പാർട്ട് 2 ഡിജിറ്റും 3 ഡിജിറ്റും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായാൽ മാത്രമേ 4 ഡിജിറ്റോട്ട് പോകാൻ പറ്റൂ. ഇവിടെ എന്ത് ചെയ്യും? 2 ഡിജിറ്റിൽ നമുക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു? 2 ഡിജിറ്റിൽ 2 സ്റ്റെപ്സ് അവൈലബിൾ ആണ് അല്ലേ? 2 ഡിജിറ്റിൽ 3 സ്റ്റെപ്സ്, 2 ഡിജിറ്റിൽ നമുക്ക് എത്ര സ്റ്റെപ്പ് എടുത്തു? 3 സ്റ്റെപ്പിലാണ് ആൻസർ എഴുതുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് 3 ഡിജിറ്റ് എടുത്തപ്പോൾ എത്രയായി? 3 ഡിജിറ്റ് എടുത്തപ്പോൾ 5 സ്റ്റെപ്സ് അല്ലെ? നമ്മൾ 5 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാണല്ലോ. അടുത്തത് നമുക്കിനി 4 ഡിജിറ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? നമുക്ക് 7 സ്റ്റെപ്പ് ഉണ്ട്, മനസ്സിലായോ? ഓൾവേസ് 7 സ്റ്റെപ്പ്. 7 സ്റ്റെപ്പിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കിക്കേ, ഞാൻ ഇവിടെ ABCDEFG അങ്ങനെ എന്ത് ചെയ്യുന്നു? 7 സ്റ്റെപ്പുകൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം, അതായത് ഇവിടം വരെ 3 സ്റ്റെപ്പ് ഓൾറെഡി നമ്മുടെ സെയിം തന്നെയാണ്. 3 ഡിജിറ്റ് നമ്മൾ ചെയ്ത പോലെ തന്നെ സെയിം സ്റ്റെപ്പ് തന്നെ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. നമ്മൾ ഓൾറെഡി കണ്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത് മനസ്സിലാവും. അടുത്ത എന്താണ്? ഇനി 4th സ്റ്റെപ്പ്, ഈ D എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ 4th സ്റ്റെപ്പിലാണ് എന്ത് ചെയ്യുന്നത്? വ്യത്യാസം വരുന്നത്. നോക്കിക്കേ, ഇവിടെ നോക്കി, ഇതാണ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? എൻഡ് ടു എൻഡ്, കോർണർ ടു കോർണർ മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് ഈ മിഡിലായിട്ടുള്ള രണ്ടോമാരെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായി? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത അഡീഷനാണ് നടക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആ 4th സ്റ്റെപ്പിൽ കയറി വരും, അത് ഓർത്തിരിക്കുക. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അവസാനത്തെ 3ന്റെ പെയർ എടുക്കണം. അവസാനത്തെ 3 നമ്മൾ ഈ സ്റ്റെപ്പിൽ സിയും ഡിയും സെയിം സ്റ്റെപ്പ് തന്നെ അവസാനത്തെ 3 ആക്കണം. ക്ലിയർ ആണല്ലോ? എന്നിട്ട് അവസാനത്തെ 2 മീൻസ് അവസാനത്തെ 1 ഈ സ്റ്റെപ്പ്, ബാക്കിയെല്ലാം തിരിച്ച് പുറകോട്ട് വരും. എന്നിട്ട് നേരത്തെ തന്നെ മിറർ ഇമേജ് ആയിട്ട് എന്ത് ചെയ്യണം? ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. മനസ്സിലൊന്ന് ഓർത്തിരിക്കുക, 7 സ്റ്റെപ്പ് ഏതൊക്കെ കഴിഞ്ഞ് ഏത് സ്റ്റെപ്പാന്ന് എന്ത് ചെയ്യുക? ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാനൊരു എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, 1 × 1 1 അല്ലേ? അടുത്ത എന്താണ്? 1 × 1 1. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ഇവന്മാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയില്ലേ? അപ്പോൾ അത് ഫിക്സ് ആണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? 1 × 1 1. അപ്പോൾ അത് 1 1 2. അടുത്ത 3rd സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ഇവന്മാർ 3 നടുക്കത്തെയും കൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇവിടെ 3 വരും. അടുത്ത് നോക്കിക്കേ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇവന്മാർ 4 കൂടെ, മനസ്സിലായി? എൻഡ് ടു എൻഡ് ക്രോസും നടുക്കത്തമാരെ തമ്മിൽ ക്രോസ് ചെയ്യണം. ഓക്കെ അല്ലേ? അത് ലാസ്റ്റ് സ്റ്റെപ്പ്. അടുത്തത് നമ്മൾ ഈ 5ാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അവസാനത്തെ 3 അല്ലേ? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ല തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അഡീഷൻ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ നമുക്ക് 3 കിട്ടുന്നു. അടുത്ത ലാസ്റ്റ് 2 ആണ് അവസാനത്തെ ഒരു സ്റ്റെപ്പ്. ക്ലിയർ ആണോ? ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മൈൻഡിലുണ്ടായിരിക്കണം. ഓക്കെ, ഇങ്ങനെ നമുക്ക് നേരെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്താലോ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നേരെ നമുക്ക് ചെയ്താലോ. നേരെ ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇത് കൂടുതൽ മൈൻഡിൻ്റെ കളിയാണ് കേട്ടോ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മൈൻഡിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ചില കേസിൽ മാത്രം ഒന്ന് പേന എടുക്കണം, കൂട്ടണമെന്നും ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? പേന എടുക്കുക. അല്ലാത്ത കേസിലെല്ലാം കൂടുതൽ മൈൻഡിൽ പോകണം. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് വലിയ അർത്ഥമില്ല. പിന്നെ നോർമലി ചെയ്താൽ മതിയെന്ന് തന്നെ പിന്നെ ചിന്തിച്ചു പോകും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ആദ്യം 4 × 2 8 അറിയാലോ. അടുത്ത് ഇവന്മാരമ്മ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 0 അത് 0 × 0. പിന്നെ 7 4 28 8 2. ആ റിമൈൻഡർ മാറ്റി എഴുതണം, മസ്റ്റാണ്. അടുത്ത് ഈ നോക്കി, ഈ 3 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഞാൻ വരച്ച് കാണിക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ തുടച്ച് പറഞ്ഞോളാവേ. നോക്കിയേ, 2 2 0 0. അപ്പോൾ എത്ര? 2 2 + 4. ഓക്കെ, ഇനി ഞാൻ തുടക്കട്ടെ. ഞാൻ ആദ്യത്തെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ സമയം കളയുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കണ്ട് മനസ്സിലാക്കാനോട് വേണ്ടിയിട്ടാണ്. അടുത്തത് ഇനി എന്നാൽ നോക്കിക്കേ, അടുത്ത 3 കഴിഞ്ഞ് അടുത്ത 4 കോർണർ ടു കോർണറും നടുക്കത്തെ 2 പിന്നെ വരച്ച് കാണിക്കാം. കോർണർ ടു കോർണറും നടുക്കത്തെ 2 ഓക്കെ അല്ലേ? അപ്പോൾ എത്ര? 2 × 2 4, 3 12, 4 16, 16 23, 23 2. എനിക്ക് നോക്കി, ഇവിടെ നേരത്തെ ഇവിടെ 2 എടുത്തായിരുന്നോ? നോക്കട്ടെ. 8 0 എഴുതാൽ 28 2 2 2 + 2 4. ഇത് ഓൾറെഡി എടുത്തായിരുന്നല്ലോ. ഓക്കെ, അത് എടുത്ത സാധനം വെട്ടിക്കളഞ്ഞില്ല എന്ത് ചെയ്യും? പിന്നെ കുഴപ്പിക്കും. അപ്പോൾ 2 × 2 4, 4 12, 4 16, 16 23 3. ബാക്കി എത്ര? 2. പിന്നെ ഞാൻ ആ കളർ ഇനി ഞാൻ തുടച്ച് കളയട്ടെ. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ? എടുക്കാത്ത ഇത് തുടച്ച് കളയാം. അടുത്ത് എന്ത് ചെയ്യാം? വേറെ കളർ എടുക്കുക. ഇനി അടുത്ത് എന്താണ്? അപ്പം നമ്മുടെ 4th സ്റ്റെപ്പ് കഴിഞ്ഞു അല്ലേ? 1 2 3 4 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി 5ാമത്തെ സ്റ്റെപ്പ് എന്താ? അവസാനത്തെ 3 മൾട്ടിപ്ലൈ. 7 14 0 0 14 2 16. ആ റിമൈൻഡർ കൂട്ടാൻ മറക്കരുത്, ബാക്കി 1. ഇനി അടുത്തത് ഞാൻ തുടക്കട്ടെ. ആദ്യത്തെ മാത്രം ഇങ്ങനെ വരയ്ക്കുന്നുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണുമല്ലോ ഏകദേശം. അടുത്തത് അവസാനത്തെ 2 സ്റ്റെപ്പ് 3 0. അപ്പോൾ 3 + 1 4. റിമൈൻഡർ ഒന്നുമില്ല. അപ്പോൾ ഇതങ്ങ് പോയി. റിമൈൻഡർ വെട്ടിക്കളയാൻ മറക്കുക, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് തുടക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാം? ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു?
3 2 ഇൻറ്റു 3 എത്ര 6 അല്ലേ? 2 ഇൻറ്റു 3 6. അപ്പോൾ എന്ത് കിട്ടും? 6 4 6 3 4 8. സിമ്പിൾ അല്ലേ? ഒറ്റ സ്റ്റെപ്പ് ആൻസർ വന്നാണ്ടോ? ക്ലിയർ ആണോ? ഇത്രയും തെറ്റാണ് നമ്മൾ നോർമൽ ട്രഡീഷണൽ വേ ചെയ്താൽ എന്ത് ചെയ്യും? ഇതുപോലെ 4 സ്റ്റെപ്പ് വരും, എന്നിട്ട് എല്ലാം കൂടെ കൂട്ടണം. അതിനേക്കാളും എളുപ്പമല്ലേ ഇത്? ഇത് കൂടുതൽ മൈൻഡ് ചെയ്യാൻ പറ്റിയത് ഏറ്റവും എളുപ്പമാണ്. പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് മൈൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കിക്കേ. ഇത് ഞാൻ പയ്യെ കാണിച്ചു തരാം. 7 4 28 2 ബോർഡർ. അടുത്ത കളർ ഞാൻ എടുക്കാം. ഓരോ കളർ വൈസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ തുടച്ചു കളയാം. 7 3 21 12 21. 7 3 21 4 3 12. ഇത് മൈൻഡിൽ പോകണം. 21 10 31 2 33 2 35 5 ബാക്കി 3. ക്ലിയർ ആണല്ലോ? തുടച്ചു കളയാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് അത് തുടച്ചു കളയുന്നു. തുടയ്ക്കട്ടെ. എന്നിട്ട് അടുത്ത കളർ എടുക്കുന്നു. ഓക്കെ, ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെയ്യാം. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ് അറിയാമല്ലോ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതെല്ലാം കൂടെ ചെയ്യുന്നു. 7 24 8. അപ്പോൾ 8 7 15 അല്ലേ? 8 7 15 3 9 15 9 24 3 27 7 ബാക്കി 2. ഓക്കെ, ഇനി ഞാൻ തുടയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് തുടയ്ക്കുന്നു. അടുത്ത സ്റ്റെപ്പ് പുതിയ കളർ എടുക്കാം. നോക്കിക്കേ. അടുത്ത നമുക്കറിയാം ലാസ്റ്റ് ടു ലാസ്റ്റ് നടുക്കത്തെ മിഡിൽ 2 എണ്ണം. 35 24. 35 24 എത്ര കിട്ടും? 30 20 50 55 4 59. ഇത് മൈൻഡിൽ പോകണം. കാരണം ഇങ്ങനെ ചെയ്യണം അല്ലേ? 7 5 35 6 4 24. 30 20 50 55 4 59 59 2 61 1 6. ക്ലിയർ ആണോ? ഇത് പ്രാക്ടീസ് ചെയ്യാം. ഈ മൈൻഡിലാണ് പരിപാടി കേട്ടോ. മൈൻഡിൽ ചെയ്ത് പ്രാക്ടീസ് ആയില്ലെങ്കിൽ ഇങ്ങനെ അല്ലെ പിന്നെ നോർമലി ചെയ്യുന്നതുമായിട്ട് വലിയ വ്യത്യാസം ഉണ്ടാവത്തില്ല. അടുത്തത് അപ്പോൾ നമുക്കറിയാം ഫോർത്ത് സ്റ്റെപ്പ് ആയല്ലോ. ഫിഫ്ത്ത് സ്റ്റെപ്പ് എങ്ങനെ? 2 നോക്കിക്കേ. അവസാനത്തെ 3 എണ്ണം. 13 15 6 1 18. അവിടെ 15 18 33. 33 2 35. 35 6 41. 41 1 4. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ സ്റ്റെപ്പ് തുടയ്ക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നത്? അവസാനത്തെ 2 എണ്ണം അല്ലേ? അവസാനത്തെ 2 എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്താണ്? 10 6 16. 16 4 20 0 ബാക്കി 2. ഓക്കെ, എന്ത് ചെയ്യാം? ആ സ്റ്റെപ്പ് തുടയ്ക്കാം. ഇറേസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് കളർ മാറ്റാം. ലാസ്റ്റ് എന്ത് ചെയ്യുക? 6 5 30 30 2 32. അതോടെ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ 3 2 0 1 1 7 5 8. 3 2 0. ഓക്കെ, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ കേട്ടോ? ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, ഞാൻ അത്രയും പറഞ്ഞ സമയം കളയുന്നതുകൊണ്ടാണ് കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഇത്രയും സമയം ഇറേസ് ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് ആ സമയം വേസ്റ്റ് ആവുന്നത്. ഒന്നുകൂടെ ചെയ്യാം. എന്ത് ചെയ്യുന്നു? 7 4 28 8 ബാക്കി എത്ര? റിമൈൻഡർ 2. അടുത്ത സ്റ്റെപ്പിൽ 7 3 21 4 3 12. 21 12 21 2 23 10 33 2 35 5 ബാക്കി 3. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ഈ 3 എണ്ണം. അടുത്ത എന്ത് ചെയ്യുന്നു? 7 3 1 7 24 8. 8 7 15 15 9 24 3 27 7 ബാക്കി 2. ഇനി ഞാൻ തുടയ്ക്കട്ടെ. തുടയ്ക്കുന്നു. കളർ മാറ്റുന്നു. തുടയ്ക്കുന്നു. അടുത്ത കളർ എടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? കോർണർ ടു കോർണർ. 7 5 35 6 4 24. 35 24 എത്ര കിട്ടും? 30 20 50 55 4 59 2 61 1 6. ഓക്കെ, ഇവിടെ നോക്കട്ടെ. 7 5 35 അല്ലേ? 7 5 35 അല്ലേ? 35 6 4 24 24. ഇനി നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്. 35 24 കഴിഞ്ഞ് നടുക്കത്തെ സ്റ്റെപ്പ് എടുത്തില്ലായിരുന്നു. ഓക്കെ, ഇപ്പം എത്തട്ടും 6 3. ഇപ്പം എത്തട്ടും 30 50 55 4 59 6 65 3 68 68 2 70 ആണ് വരുന്നുണ്ട്. 70 എന്ന് വരും. ഓക്കെ, 70 ആൻസർ വരും. ഇപ്പോൾ 70 ബാക്കി 7 കേട്ടോ. ആ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? വിട്ടുപോയി. ഓക്കെ, എന്നിട്ട് ഞാൻ ആ കളർ തുടയ്ക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? കളർ മാറ്റാം. ഓക്കെ, വേറെ കളർ എടുക്കാം. റെഡ് എടുക്കുന്നു. ഇനി നമുക്ക് അവസാനത്തെ 3 സ്റ്റെപ്പ്. 13 15 6 3 18. 13 15 6 3 18 5 33 33 2 35 7 42 2 ബാക്കി 4. അടുത്ത 2 10 6 10 6 16 4 20 0 ബാക്കി 2. 6 5 30 2 32. ക്ലിയർ ആണോ? 3 2 0 2 0 7 5 8. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇപ്പം നിങ്ങൾക്ക് സ്റ്റെപ്പിൻ്റെ ഒരു സ്റ്റെപ്പ് എങ്ങനെ പോകുന്ന ഒരു ഐഡിയ കിട്ടിയോ? ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. എന്നോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. അത് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാനോട് ചെയ്യുന്നത് കമ്പയർ ചെയ്യും. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഈ സ്റ്റെപ്പുകൾ ക്ലിയർ ആണല്ലോ. ഇനി ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. 8 3 24 2 6 3 18 9 8 72 72 8 80 10 90 2 92 2 ബാക്കി എത്ര? 9. ഓക്കെ, അടുത്ത ഞാൻ കളറോടൊന്ന് മാറ്റാവേ. കളറോടെ മാറ്റി ചെയ്യും. അടുത്തത് 39 39 8 40. അപ്പം 49 49 പിന്നെ ഒരു 54. അപ്പം അതൊന്ന് സെപ്പറേറ്റ് നോക്കാം അല്ലേ? മറന്നു പോയിരിക്കണം. 49 54. അപ്പം എത്ര? 50 40 90 99 4 103 103 9 എത്ര കിട്ടും? 103 9 112 2 എഴുതുക. ബാക്കി 11.
ഓക്കെ, അടുത്തത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ്. ഇനി നമുക്കറിയാം ഫോർത്ത് സ്റ്റെപ്പ് കോർണർ ടു കോർണർ. ഇപ്പോൾ 23 6 8 64 64 6 എത്ര 70. ഇപ്പോൾ 70 ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അടുത്ത 9 3 27 6 5 30. ഇപ്പോൾ 27 പിന്നെ ഒരു 30 ഉണ്ട്. അപ്പോൾ 7 30 100 120 127 127 10 137 138 8 ബാക്കി എത്ര 13. അതിന് നമുക്കറിയാം ലാസ്റ്റ് ത്രീ ആകുമ്പോൾ 92 18 8 48 92 18 അല്ലേ 18 പിന്നെ എത്രയാണ് 48 അല്ലേ 92 18 8 48 48 10 58 8 64 64 15 അല്ലേ 64 10 74 5 79 79 10 89 3 92 2 ബാക്കി എത്ര 9. ഇനി ലാസ്റ്റ് 2 10 8 3 24 34 9 എത്ര 43 3 ബാക്കി 4 ലാസ്റ്റ് 8 16 4 20 20 32 ആണ് അല്ലേ. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒന്നുകൂടെ ചെയ്യാം. ഇവിടെ നമുക്ക് എന്തോ ഒരു പറ്റിയിട്ടുണ്ട് കേട്ടോ, ഒന്നുകൂടെ ചെയ്യാം. ഈ സ്റ്റെപ്പ് അല്ലേ, നമുക്ക് നമ്മൾ ഫോർത്ത് സ്റ്റെപ്പ് വരെ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു എന്തോ പറ്റിയിട്ടുണ്ട്. ഇല്ല, നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. ആദ്യം തൊട്ട് ഒന്നുകൂടെ ചെയ്യാം, വിശദമായിട്ട് ആദ്യം തൊട്ട് ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, ആദ്യം തൊട്ട് ഒന്നുകൂടെ വിശദമായിട്ട് ചെയ്യാം. നോക്കാം. അവിടെ 8 3 24 അല്ലേ 8 × 3 24 ബാക്കി എത്ര 2 6 3 18 98 72. അപ്പോൾ 72 10 82 8 90 90 2 92 2 ബാക്കി എത്ര 9. അടുത്ത നമുക്കറിയാം 3 ഈ സ്റ്റെപ്പ് അല്ലേ 3 9 8 5 40. അപ്പോൾ എത്ര 8 5 40 9 49 49 54. അതൊന്ന് മനസ്സിൽ ചെയ്യുക. അപ്പോൾ 50 40 90 99 4 103 103 9 എത്ര 112 112 2 ബാക്കി എത്ര 12 112 ബാക്കി 11. അടുത്ത നമുക്ക് ഫോർത്ത് സ്റ്റെപ്പ് ആണല്ലോ 23 6 8 64. അപ്പോൾ ഇങ്ങനെ 64 23 6 പിന്നെ എത്ര 9 1 27 ഉണ്ട് പിന്നെ എത്ര 6 5 30 ഉണ്ട്. ഇതോടെ ചെയ്യണം. ഇത് ഇത്രയും കൊണ്ട് സ്റ്റാർട്ട്. ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഇത്രയും കാര്യങ്ങൾ വരും. അപ്പോൾ 64 6 70 70 20 90 97 97 30 127 127 137 138 8 ബാക്കി എത്ര 13. ഇനിയാണ് നമ്മുടെ എന്തെങ്കിലും ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ലാസ്റ്റ് 3 ആണ് എടുക്കേണ്ടത്. അപ്പോൾ എത്ര ചെയ്യണം 9 8 18 18 6 8 48 3 15. ഇതെല്ലാം കൂട്ടണം. ഇത് മൈൻഡ് ചെയ്യണം. 48 10 58 8 64 10 74 5 79 79 10 89 3 92 2 ബാക്കി എത്ര 9. ഇനി അടുത്ത് നോക്കിക്കേ ലാസ്റ്റ് 2 എത്ര 2 10 83 24 24 10 34 34 9 43 3 ബാക്കി എത്ര 4 2 16 4 20 2032 2032 8224. ഓക്കെ, ഇവിടെ നമുക്ക് 2032 8224 എന്ന് എന്ത് ചെയ്യും ആൻസർ വരും. ഓക്കെ, നേരെ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നോക്കിക്കേ 6 7 എത്ര 42 42 2 ബാക്കി 4 7 4 28 6 5 30. അത് മൈൻഡിൽ പോകണം. ഓക്കെ, ഇവിടെ നോക്കിക്കേ ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ഒന്നും ഇല്ലല്ലോ. അവിടെ 0. ഇവിടെ ഒന്നും ഇല്ലാത്തടത്ത് എന്ത് ചെയ്യുക 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ സ്റ്റെപ്പ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ചെയ്യുക. 6 7 42 4 7 4 28 6 5 30 30 20 50 58 58 4 62 2 ബാക്കി 6. അടുത്ത നമുക്ക് തേർഡ് സ്റ്റെപ്പ് അല്ലേ 9 8 63. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി 63 6 2 12 4 20. അപ്പോൾ നോക്കിയേ 63 10 73 75 75 20 95 95 6 എത്ര 101 101 1 ബാക്കി എത്ര 10. അടുത്ത ഫോർത്ത് സ്റ്റെപ്പ് 7 5 35 0 അല്ലേ 35 ഉണ്ട് പിന്നെ എത്ര 0 9 5 45 24 8. ഈ സ്റ്റെപ്പ് എല്ലാം ഒന്ന് ചെയ്യണം. ഇപ്പോൾ 31 40 70 10 80 88 88 10 എത്ര 98 8 ബാക്കി എത്ര 9. അപ്പോൾ നോക്കിക്കേ ഫോർത്ത് സ്റ്റെപ്പ് ആയില്ലേ. ഇനി ലാസ്റ്റ് 3 5 25 0 25 10 35 8 43 43 9 52 2 ബാക്കി എത്ര 5. ഇനി ലാസ്റ്റ് 2 2 10 പിന്നെ 0 ആണ് 2 10 5 15 5 ശിഷ്ട എത്ര 1 ബാക്കി 0 ആണ് 5 0 0 ബാക്കി റിമൈൻഡർ 1 കൂടെ വരും. അപ്പോൾ 182 81 22 എന്ത് ചെയ്യും നമുക്ക് ആൻസർ വരും. ഓക്കെ ആണോ? സിമ്പിളാണോ? ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം. ഓക്കെ, അടുത്തത് നോക്കിക്കേ. ഇതും എങ്ങനെ ചെയ്യാം? ഇത് നിങ്ങൾ എന്ത് ചെയ്യുക പോസ് ചെയ്തിട്ട് മൈൻഡ് ചെയ്യാം. അപ്പോൾ നോക്കി 7 4 28 8 ബാക്കി എത്ര 2 3 12 7 14. ഇപ്പോൾ എത്ര കിട്ടും 12 14 എത്ര 26 26 2 28 8 ബാക്കി എത്ര 2. പിന്നെ തേർഡ് സ്റ്റെപ്പ് 24 8 1 7 7 7 15 15 6 21 2 23 3 ബാക്കി 2. അടുത്തത് ലാസ്റ്റ് കോർണർ ടു കോർണർ 6 4 24 7 5 35. അപ്പോൾ 24 35 ഇപ്പം 30 20 50 55 4 59 59 2 59 ആയി പിന്നെ ഒരു 4 ഉണ്ട് 59 4 63
63 3 66 66 2 68 കേട്ടോ. അത്ര സ്റ്റെപ്പാണ്. 4ത്തെ സ്റ്റെപ്പാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സ്റ്റെപ്പ്. അടുത്തത് ലാസ്റ്റ് 6 2 12 13 15 12 15 27 27 2 29 6 35 5 ഇഷ്ടം 3 6 6 2 10 16 3 19 9 1 6 5 31 31 ഇവിടെ 31958 31958 388 ക്ലിയർ ആണോ? നിങ്ങൾ വിചാരിക്കുന്നല്ലോ ഭയങ്കര എളുപ്പമാണ്. നിങ്ങളത് മൈൻഡിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ആയിട്ട് വളരെ ശ്രദ്ധിച്ച് മൈൻഡ് ഫുൾ ഫോക്കസ് ഇതിൽ നിർത്തിക്കൊണ്ട് മൈൻഡിൽ ഇത് കൃത്യമായിട്ട് പോയാൽ കറക്റ്റായിട്ട് ആൻസർ കിട്ടും. ഇതിപ്പോൾ നോക്കിയാൽ 4 ഡിജിറ്റ് നോർമലി ചെയ്യാൻ പോയാൽ എന്ത് ചെയ്യും, മിനിമം 1 മിനിറ്റ് എങ്കിലും എടുക്കും. പക്ഷേ ഇതെന്ത് ചെയ്യും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് ഒരു 35 സെക്കൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. 30 സെക്കൻഡ് താഴെ ചെയ്യുന്നവരും ഉണ്ട്, അല്ലെങ്കിൽ 20 സെക്കൻഡ് 25 സെക്കൻഡിലൊക്കെ അത്ര മൈൻഡിൽ ഫാസ്റ്റ് ആയിട്ട് 20-25 സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇവിടെ കാൽക്കുലേഷൻ സ്പീഡ് അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അടുത്ത് 6 4 24 4 2 6 3 18 4 22 2 24 4 2 96 54 12 54 2 54 12 54 10 64 64 2 66 66 3 69 2 71 1 ബാക്കി 7. അത് നോക്കിയാൽ നമ്മുടെ 4th സ്റ്റെപ്പ് നമ്മുടെ വലിയ സ്റ്റെപ്പിലോട്ട് എത്തി. ഇപ്പം എത്ര? 6 2 12 14 20 32 32 9 41 41 1 9 50 57 7 ബാക്കി എത്ര? 5. നമ്മുടെ ലാസ്റ്റ് 3 2 15 2 17 17 27 ഇപ്പോൾ 17 7 34 44 54 54 5 59 50 ബാക്കി എത്ര? 5. ഇനി നോക്കി അവസാനത്തെ 2 23 6 95 45 6 51 5 56 6 ബാക്കി എത്ര? 5. ഇനി നോക്കി അവസാനത്തെ 2 10 5 15 അവിടെ 156 97 155 അല്ലേ 156 എന്നല്ലേ. നമുക്ക് ഒന്നുകൂടെ ചെയ്യാം, വിശദമായിട്ട് ഒന്നുകൂടെ ചെയ്യാം. ഇവിടെ തെറ്റിയിട്ടുണ്ട്, ഒന്നുകൂടെ വിശദമായിട്ട് ചെയ്യാം. മൈൻഡ് നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിരിക്കണം ഇത് ചെയ്യുമ്പോൾ. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം, കളർ മാറ്റാം. 6 4 24 4 ബാക്കി 2 6 3 18 18 4 22 2 24 4 ബാക്കി 2 9 6 54 54 10 12 54 10 64 2 66 66 3 69 2 71 1 ബാക്കി എത്ര? 7. ഇനി നമ്മുടെ 4th സ്റ്റെപ്പ് 6 2 12 14 20 അവിടെ 20 10 30 32 32 പിന്നെ ഒരു 9 32 9 41 41 9 50 57 ബാക്കി എത്ര? 5. അടുത്തത് ഇനി നമ്മുടെ ലാസ്റ്റ് 3 ആയിട്ടുള്ള സ്റ്റെപ്പ് 2 × 1 2 13 15 2 17 അവിടെ നോക്കിയേ 17 അല്ലേ 13 15 1 2 2 17 9 3 27 ഇപ്പോൾ 27 10 37 7 44. ഓക്കെ അല്ലെ 2 2 13 15 9 3 27 15 2 17 17 27 17 27 14 27 10 37 7 44 എന്ന് വരും. 44 പിന്നെ ഒരു 5 കൂടെ കൂട്ടണം 49 9 ബാക്കി എത്ര? 4. ഇനി അവസാനത്തെ 2 23 6 95 45 45 6 51 4 55 5 ബാക്കി എത്ര? 5. അടുത്ത 2 10 5 15 155 97 155 97 144. ക്ലിയർ ആണോ? സ്റ്റെപ്പ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഈ സ്റ്റെപ്പ് ഞാൻ പഠിപ്പിക്കുന്ന ഉദ്ദേശം നിങ്ങൾക്ക് സ്റ്റെപ്പ് ക്ലിയർ ആവുന്നുള്ളതാണ്. സ്റ്റെപ്പ് നിങ്ങളുടെ തലയിൽ ഉണ്ടായിരിക്കും. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് ശരിയായിക്കൊണ്ടേയിരിക്കും. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ തെറ്റ് വരും കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും വാല്യൂ ഒക്കെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെയും പ്രാക്ടീസ് ചെയ്യുക, അപ്പം നിങ്ങൾക്ക് ശരിയായി തുടങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ ഒരു വാല്യൂ മാറിപ്പോകും. ഓക്കെ, പക്ഷേ നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ പോകുമ്പോൾ ഇത്രയും ഫുള്ള് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അവസാനത്തെ ഒരു 2 ഡിജിറ്റ് 3 ഡിജിറ്റ് 4 ഡിജിറ്റ് ഒക്കെ വെച്ച് ചെയ്യാം, ഓപ്ഷൻ വെരിഫൈ ചെയ്ത് പോകാന്നേ ഉള്ളൂ. ഫുൾ വാല്യൂ കണ്ടുപിടിക്കേണ്ട ചില സന്ദർഭങ്ങൾ വരാറില്ല. അപ്പോൾ നോക്കി ഇവിടെ നോക്കിയാൽ ലാസ്റ്റ് 2 0 അല്ലേ, 0 കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാൽക്കുലേഷൻ എന്ത് ചെയ്യുന്നു, അവിടെ എളുപ്പമായി, അത്രയും സമയം നമുക്ക് ലാഭിക്കാം. നോക്കിക്കേ 8 48 8 ബാക്കി 4 3 24 9 6 54. ഓക്കെ, അപ്പോൾ എത്ര? 54 24 അപ്പോൾ എത്ര കിട്ടും? 8 5 2 78 4 82 2 ബാക്കി എത്ര? 8. അടുത്ത നമ്മുടെ 3rd സ്റ്റെപ്പ് 2 16 16 27 അപ്പോൾ 20 16 27 എന്ന് പറയുമ്പോൾ 27 10 37 6 43 43 8 51 1 ബാക്കി എത്ര? 5. ഇനി 4th സ്റ്റെപ്പ് അറിയാലോ 9 8 72 ബാക്കി 0 ആണ്. 9 8 72 0 9 2 18 72 18 90 വരും. 90 ഒരു 5 95 ബാക്കി എത്ര? 9. ഇനി ലാസ്റ്റ് 3 സ്റ്റെപ്പിലാണ് 9 9 81 ബാക്കിയില്ല 0. ഇപ്പോൾ 81 9 90 0 ബാക്കി എത്ര? 9. ഇനി നോക്കി അവസാനത്തെ 2 അത് 2 0 ബാക്കി 9 ലാസ്റ്റ് 0 ആണ്. 905 128 905 128. ക്ലിയർ ആണോ? ടെക്നിക്ക് മനസ്സിലാവും. പിന്നെ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. മാക്സിമം 4 ഡിജിറ്റ് വരെയൊക്കെ ധാരാളം. അതൊക്കെ മേലെ ഇനി 5 ഡിജിറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്.
അതിലോട്ടൊന്നും ഒരുപാട് അങ്ങ് ഫോക്കസ് ചെയ്യണമെന്നില്ല, അതൊക്കെ ഒരുപാട് ടൈം എടുക്കും. ഇതിനേക്കാളും സ്റ്റെപ്പ് കൂടുതൽ ഏകദേശം ഒരു 9 സ്റ്റെപ്പ് അങ്ങാണ്ടെന്ന് തോന്നും. ഓക്കെ, അത്രയും സ്റ്റെപ്പിലോട്ടൊന്നും പോകണ്ട. നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ഏകദേശം ഇത്രയേ ഉള്ളൂ നമ്മുടെ കേട്ടോ. ഇത്രയും നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ 2 ഡിജിറ്റ് കഴിഞ്ഞു, 3 ഡിജിറ്റ് കഴിഞ്ഞു, നമ്മൾ 4 ഡിജിറ്റ് കഴിഞ്ഞു. ഇത്രയും മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ വലുതായിട്ട് ഇങ്ങനെ റയർ കേസിലാണെന്ന് ചോദിക്കാറില്ല. പിന്നെ ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ വേണമെങ്കിൽ 5 ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, 8ാമത്തെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യുക കേട്ടോ. ആൻസർ ഇൻ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ടൈപ്പ് ചെയ്തൊക്കെ നിങ്ങൾ ഇതേപോലെ ചെയ്ത് എന്ത് ചെയ്യുക, മൈൻഡിൽ വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്ത് കാൽക്കുലേറ്റർ ചെയ്യില്ല, കാൽക്കുലേറ്റർ നോക്കല്ല, ആൻസർ കാൽക്കുലേറ്റർ അടിച്ച് നോക്കരുത്. നിങ്ങൾക്ക് കിട്ടിയ എന്താണോ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എല്ലാവർക്കും ഏതൊക്കെയാണ് കിട്ടിയത് നമുക്ക് നോക്കാം. അപ്പോൾ എത്ര പേർക്ക് ഒരേപോലെ വന്നു നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരേപോലെ വന്നവർക്ക് എന്ത് ചെയ്യും, ആൻസർ ശരിയായിരിക്കും അല്ലേ, അവരായിരിക്കും ആൻസർ ശരി. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റർ ഒന്നും എടുക്കേണ്ട, ചുമ്മാ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പോവുക കേട്ടോ. എൻ്റെ ആൻസർ കൃത്യമായിട്ടൊന്നും നോക്കണ്ട. അപ്പോൾ എത്ര പേർക്ക് ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ട്, എത്ര പേര് ഒരേപോലെ വന്ന് ഏറ്റവും ഭൂരിഭാഗം ഒരേപോലെ കമൻറ്റ് ചെയ്താലായിരിക്കും ആൻസർ ശരിയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ. ഇതോടെ നമ്മുടെ വേദിക് മാത്സ് തീരുന്നില്ല, വേദിക് മാത്സ് ബാക്കി വരുന്നുണ്ട്. ഇനി പുതിയ കൺസെപ്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. അവരെല്ലാവർക്കും ഗുഡ് ബൈ.